ശ്രീ ആർ വി ബാബു, RSSും സവർക്കറും ഇതാദ്യമായല്ല ആക്രമിക്കപ്പെടുന്നതാണ്. സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ഈ ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടാൻ മത്സരിക്കുകയാണ് കോൺഗ്രസും CPMഉം. പെട്ടെന്നുള്ള പ്രകോപനത്തിന് ആധാരം പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള RSS പരാമർശമാണ്. വീർ സവർക്കറെ ഗാന്ധിജിയോട് ചേർത്ത് വെച്ചതും ഇവരെ അസ്വസ്ഥരാക്കുന്നു. ചരിത്രമറിയാത്തവരുടെ പുലമ്പലായി ഇത്തരം വിമർശനങ്ങളെ കണ്ടാൽ മതിയോ? അങ്ങനെയല്ല, ഇത് കേവലം പുലമ്പലല്ല, ആസൂത്രിതമായൊരു പ്രചരണമാണ്. പ്രചരണം നമ്മൾ എത്ര മറുപടി പറഞ്ഞാലും തുടർന്നുകൊണ്ടിരിക്കും. കാരണം അവരുദ്ദേശിക്കുന്നത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ RSSനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു എന്നാണ് ഒരു ആക്ഷേപം. നമുക്കറിയാം, RSSൻ്റെ 100 വർഷം പൂർത്തിയാകുന്ന ഒരു കാലയളവാണിത്. RSS 1925 തുടങ്ങി. 2025 അതിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. അടുത്ത 26 വിജയദശമി കാലം വരെ ആ ശതാബ്ദി ആഘോഷം നീളും. അപ്പോൾ 100 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന, അത് ഭാരതത്തിൽ പിളരാതെ ശക്തമായിട്ട് അത് തുടങ്ങിയ കാലത്തിൽ ഓരോ ദിവസവും ചെല്ലുന്തോറും ശക്തി പ്രാപിച്ച് ഇന്ന് ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ലോകത്ത് നിരവധി രാജ്യങ്ങളിലടക്കം പ്രവർത്തന സജ്ജമായിട്ടുള്ള, ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഗവൺമെൻറ്റേതര സർവീസ് സംഘടന എന്ന് പറയാവുന്ന ഒരു സംഘടന. ആ സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അഥവാ RSS. അപ്പോൾ RSSനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വെച്ച് പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ അതിലെന്തോ അസ്വാഭാവികതയുണ്ട് എന്നൊക്കെ തോന്നുന്നവർ അതവരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ RSSനെ പുകഴ്ത്തിയിട്ടുള്ള മഹാന്മാരുടെ നമുക്ക് അങ്ങനെ നോക്കിയാൽ മഹാത്മാഗാന്ധിജി RSSനെ പുകഴ്ത്തിയിട്ടുള്ള ആളാണ്. മഹാത്മാഗാന്ധിജി വധിക്കപ്പെടുന്നതിന് 3 മാസം മുൻപ്, ഇപ്പോൾ ഗാന്ധിയെ കൊന്നത് RSS ആണെന്നൊക്കെ പറയുമല്ലോ, ഗാന്ധി വധിക്കപ്പെടുന്നതിന് കേവലം 3 മാസങ്ങൾക്ക് മുൻപ് സെപ്റ്റംബർ 16 തീയതി മഹാത്മാഗാന്ധിജി ഡൽഹിയിലെ ബംഗി കോളനിയിൽ പങ്കെടുത്തു. ബംഗി കോളനി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സ്വീപ്പേഴ്സിൻ്റെ കോളനിയാണത്. ആ ബംഗി കോളനിയിലെ RSS ശാഖയിൽ പങ്കെടുത്ത ഒരു 500ഓളം പേര് പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം അന്ന് RSSനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. അദ്ദേഹം അന്ന് എടുത്തു പറഞ്ഞത് 1936 ജമൻലാൽ ബജാജിനോടൊപ്പം RSSന്റെ സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർ ജീവിച്ചിരുന്ന സമയത്ത് വാർധ ക്യാമ്പിൽ പോയ അനുഭവം വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് വാർധയിൽ പോകുമ്പോൾ RSSന്റെ പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് ഗാന്ധിയുമായിട്ട് സംസാരിക്കുന്നു. ഗാന്ധി അവരോട് പേര് ചോദിക്കുന്നു, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാണ്? ഗാന്ധിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ RSSൽ വരുന്നവരിൽ എല്ലാ വിഭാഗക്കാരും ഉണ്ടോ എന്നറിയണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും അവരുടെ ജാതി പറയാൻ തയ്യാറായില്ല. അവർ പരസ്പരം ജാതി പറയുകയോ ചോദിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായില്ല. അവിടെ അൺടച്ചബിലിറ്റി ഉണ്ടായില്ല. അപ്പോൾ ഗാന്ധി ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് 1947 സെപ്റ്റംബർ മാസം 16 തീയതി അന്നത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം സംസാരിച്ചു. ഞാൻ RSSന്റെ ഈ അൺടച്ചബിലിറ്റി, അതേപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പെരുമാറ്റം, ഇതിലൊക്കെ ഞാൻ വളരെ ആകൃഷ്ടനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് RSSനെ പുകഴ്ത്തിയ ആള് അത് മഹാത്മാഗാന്ധിജിയാണ്. 1947 കംപ്ലീറ്റ് സോഴ്സിൽ അത് കൊടുത്തിട്ടുണ്ട്. വോള്യം 96 നിങ്ങൾക്കത് കാണാം. വോള്യം 96 ഗാന്ധിജി RSS ശാഖയിൽ പോയി പങ്കെടുത്തതിനെ സംബന്ധിച്ചുള്ള ആ വിവരം കംപ്ലീറ്റ് സോഴ്സർ മഹാത്മാഗാന്ധിജി വോള്യം 96 നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ മഹാത്മാഗാന്ധി മുതൽ RSSനെ പുകഴ്ത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി മാത്രമല്ല, ഗാന്ധിയന്മാരായിട്ടുള്ള നിരവധി ആളുകൾ, ജയപ്രകാശ് നാരായണൻ, വിനോബ ഭാവെ, അതേപോലുള്ള നിരവധി ആളുകൾ, KM മുൻഷി, അതേപോലുള്ള ആളുകൾ, കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു ഏറെക്കാലം മദൻ മോഹൻ മാളവ്യ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ഇപ്പോൾ MMM മദൻ മോഹൻ മാളവ്യ, അദ്ദേഹം മണി മേക്കിംഗ് മിഷൻ എന്ന പേര് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ കാരണം അദ്ദേഹമാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത്. അത്ര വലിയ സാമ്പത്തിക സമാഹരണം നടത്തിയിട്ട് സ്ഥാപിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേരിന് സമാനമായിട്ട് മണി മേക്കിംഗ് മിഷൻ. അദ്ദേഹം RSSന്റെ സ്ഥാപകനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ വോളണ്ടിയേഴ്സിന് ആവശ്യമുള്ള യൂണിഫോം മുഴുവൻ ഞാൻ തരാം.
അപ്പോൾ അന്ന് ഡോക്ടർജി പറഞ്ഞു ഞങ്ങൾക്ക് ആവശ്യം യൂണിഫോം മേടിച്ചു തരലല്ല, അങ്ങയെ പോലുള്ള വ്യക്തികളെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് മറുപടി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത് RSSനെ പുകഴ്ത്തിയിട്ടുള്ളത് ഇപ്പോൾ നരേന്ദ്രമോദിയല്ല, RSSനെ പുകഴ്ത്തിയിട്ടുള്ള മഹാന്മാർ ഒട്ടനവധി ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഗാന്ധിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഏറ്റവും കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജി RSSന്റെ വേദികളിൽ വരിക മാത്രമല്ല, RSSനെ പുകഴ്ത്തി എത്രയോ വട്ടം സംസാരിച്ചു, RSSന്റെ മറ്റേ പരിപാടികളിൽ പങ്കെടുത്തു. ഇപ്പോൾ മലപ്പുറം മലപ്പുറത്തെ തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം കൊടുത്തത് കേളപ്പജിയായിരുന്നു. കേളപ്പജിയെ EMS ജയിലിലടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ VT ഭട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ, ഇതേപോലുള്ള എത്രയെത്രയോ R ശങ്കർ, ഇതേപോലുള്ള എത്രയെത്രയോ ആളുകൾ RSSനെ പുകഴ്ത്തുകയും RSSനെ അവരോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന KT തോമസ് പറഞ്ഞത് എന്താ, RSS നമ്മുടെ രാജ്യത്തിന്റെ 4ാമത്തെ സേനാ വ്യൂഹമാണ് എന്ന് പറയുണ്ടായി. അപ്പോൾ ഇങ്ങനെ RSSന്റെ കുറിച്ച് ഒരുപാട് ആളുകൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയന് മനസ്സിലാകാത്തതുകൊണ്ടല്ല, പിണറായി വിജയൻ അസൂയാണ് ആ കാര്യത്തിൽ. കാരണം RSS ഇന്ന് രാജ്യത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി RSSനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു അസ്വാഭാവികതയില്ല, അതിൽ യാതൊരു തെറ്റുമില്ല. ഇനി ഒന്നാമത്തെ കാര്യം. 2, RSS സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തെ അത് ഒറ്റുകാരായി പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടത്. RSS ഒറ്റുകാരായി പ്രവർത്തിച്ചു എന്ന്. ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ്. RSS സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തു എന്ന് പറയാവുന്ന ഒരു രേഖ ചൂണ്ടിക്കാണിക്കാൻ പിണറായി വിജയന് കഴിയുമെങ്കിൽ, പിണറായി വിജയൻ വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാര് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. നമുക്കൊരു പരസ്യ സംവാദത്തിന് തയ്യാറാവാം. RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന്റെ എന്തെങ്കിലും ഒരു രേഖ, RSS ബ്രിട്ടീഷുകാരുമായി നടത്തിയ കത്തിടപാടുകളുടെ ഒരു രേഖ, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു രേഖ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വെല്ലുവിളിക്കുക. ഉണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുള്ളൊരു ആളുകളാണ് RSSകാർ. സംഘടന പങ്കെടുത്തിട്ടില്ല. കാരണം RSS ഒരു സമരത്തിലും നാളുവരെ പങ്കെടുത്തിട്ടില്ല. RSSന്റെ സ്വഭാവം അതൊരു സമര സംഘടനയല്ല. RSS ഇപ്പോൾ ഏറ്റവും പ്രക്ഷുബ്ധമായ പ്രക്ഷോഭമായിരുന്നു, അല്ലെങ്കിൽ പ്രക്ഷോഭമായിരുന്നല്ലോ നമ്മുടെ രാമജന്മഭൂമി പ്രക്ഷോഭം. നടത്തിയത് RSS ആയിരുന്നോ? എന്നാൽ RSSകാരായിരുന്നു, RSS ആയിരുന്നില്ല. അതിന് വേറെ പേരുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയത് RSS ആയിരുന്നില്ല, അതിന് വേറെ പേരുണ്ടായിരുന്നു, ലോക സംഘർഷ സമിതി എന്ന പേരുണ്ടായിരുന്നു. അപ്പോൾ RSS ഒരിക്കലും സമരത്തിന് പോയിട്ടില്ല. പക്ഷേ RSSകാർ സമരത്തിന് പോയി. ഡോക്ടർ ഹെഡ്ഗേവാർ അറസ്റ്റ് ചെയ്യപ്പെട്ട് 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് സമാന്തരമായി ജംഗിൾ സത്യാഗ്രഹം മഹാരാഷ്ട്രയിൽ നടന്നപ്പോൾ 2 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. എത്രയോ ഉദാഹരണങ്ങൾ. ഇനി ഇവർ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലത്ത് ആ വാർത്തയിൽ, അതായത് രാംടെക്കിൽ മഹാരാഷ്ട്രയിൽ അഷ്ടിച്ചിമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അഷ്ടിച്ചിമൂർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് RSS പ്രവർത്തകർ നടത്തിയ സമരത്തിൽ പോലീസ് വെടിവെപ്പുണ്ടായി, അക്രമമുണ്ടായി, 6 ഇംഗ്ലീഷുകാർ കൊല്ലപ്പെട്ടു, നിരവധി RSS പ്രവർത്തകർക്ക് പരിക്കേറ്റു. RK ദേശ്പാണ്ഡെ എന്ന് പറയുന്ന RSSന്റെ നേതാവ്, അദ്ദേഹത്തിന് തൂക്കുമരം വിധിക്കപ്പെട്ടു. അദ്ദേഹം തൂക്കുമരത്തിൽ ഏറേണ്ടി വന്നില്ല. പിന്നീട് അദ്ദേഹം നേതൃത്വം കൊടുത്ത് തുടങ്ങിയ പ്രസ്ഥാനമാണ് വനവാസി കല്യാണാശ്രമം. അദ്ദേഹം വനവാസി കല്യാണാശ്രമത്തിന്റെ നേതാവായിരുന്നു പിൽക്കാലത്ത്. ഇതെല്ലാം ചരിത്രമാണ്. പക്ഷെ ഈ ചരിത്രമൊക്കെ മൂടി വെച്ചു. ഇതൊന്നും ചരിത്രമല്ലാതാക്കി മാറ്റി. RSSകാരുടെ പ്രവർത്തനത്തെ നിരീക്ഷിക്കാൻ ബ്രിട്ടീഷ് പോലീസുകാർ നടക്കുകയും അവർ നടത്തിയ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് നിരവധി ചരിത്രരേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത അവസരത്തിൽ ഞാൻ ഉദ്ധരിക്കാം. ബ്രിട്ടീഷ് ഫയലുകളിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ ആർക്കൈവ്സിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ, RSSകാർ നടത്തിയ പ്രസംഗങ്ങൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നടത്തിയ പ്രസംഗങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അവരുടെ ക്യാമ്പുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം സസൂക്ഷ്മം ഫയലുകളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആർക്കൈവ്സിൽ. അപ്പോൾ ഇതെല്ലാം ചരിത്രമാണ്. ഞാനപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പിണറായി വിജയന്റെ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്താണ്? ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്തായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധിജി ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തിട്ടുള്ളൂ. ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാജ്യസ്നേഹത്തെ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ്.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി PC ജോഷിക്ക് ഗാന്ധിജി 1944 കത്തെഴുതി. 44 കത്തെഴുതി. എന്താ കാര്യം എന്നറിയാം? 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ അടക്കം ഒറ്റുകൊടുത്തു എന്നുള്ള പരാതി, ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തു എന്നുള്ള പരാതി വ്യാപകമായി ഉണ്ടായി. ഒരുപാട് പരാതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ കുറിച്ചുണ്ടായി, പാർട്ടിയെ കുറിച്ചുണ്ടായി. ഗാന്ധിജി ആ പരാതികളൊക്കെ അന്വേഷിക്കാൻ ബുലേബായ് ദേശ് എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചു. അദ്ദേഹം അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു AICC-ക്ക്. AICC ആ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി 3 അംഗ ഉപസമിതിയെ നിശ്ചയിച്ചു. ആ സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നറിയാമോ? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, JB പന്ത്. ഈ 3 പേരുടെ ഉപസമിതി ആ റിപ്പോർട്ട് പഠിച്ച് അവർ കണ്ടെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുമായി സഹകരിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരെ അടക്കം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുക്കാൻ നേതൃത്വം കൊടുത്തു എന്നവർ കണ്ടെത്തി. അതിന് മറുപടിയായിട്ടൊക്കെ പറയുന്നുണ്ട്. PC ജോഷിയുടെ മറുപടിയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രം, ബ്രിട്ടീഷുകാരുടെ കാശ് വാങ്ങി ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് 5ാം പത്തികളായി പ്രവർത്തിച്ച ചരിത്രം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ്. 1942 ഏപ്രിൽ മാസത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചു. എന്തിന്റെ പേരിലായിരുന്നു പിൻവലിച്ചത്? ബ്രിട്ടീഷ് സർക്കാർ പിൻവലിച്ചു എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ മുഴുവൻ ജയിലിൽ നിന്നും തുറന്നു വിട്ടു. എന്തിന്റെ പേരിലാണ് തുറന്നു വിട്ടത്? എന്തിന്റെ പേരിലായിരുന്നു? ഞങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ യുദ്ധത്തെ പരിപൂർണമായി പിന്തുണയ്ക്കാം. കാരണം സോവിയറ്റ് യൂണിയൻ ബ്രിട്ടനോടൊപ്പം ചേർന്നു. സാമ്രാജ്യത്വ യുദ്ധം ജനകീയ യുദ്ധമായി. തുടർന്ന് പാർട്ടിയുടെ നിലപാട് മാറി. ഇതെല്ലാം ചരിത്രമാണ്. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. നമുക്ക് ഈ ഒരു 1.5 മണിക്കൂർ ചർച്ചയിൽ നിന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചരിത്രത്തില് 5ാം പത്തിയുടെ പണിയെടുത്തിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് 1950 വരെ അംഗീകരിക്കാത്ത പാർട്ടി. എന്തിന്? ആദ്യത്തെ ഗവൺമെന്റിനെ സായുധ സമരം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ച പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, സായുധ വിപ്ലവത്തിലൂടെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ് 1948 കൽക്കട്ട തീസീസ് അവതരിപ്പിച്ച പാർട്ടി. അങ്ങനെ കൽക്കട്ട തീസീസിലൂടെ രാജ്യത്ത് അട്ടിമറി സമരങ്ങൾ നടത്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച പാർട്ടി. ആ പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ RSSകാർ ഒറ്റുകാരായിരുന്നു എന്ന് പറയുന്നത്. അത് അങ്ങേയറ്റം ചരിത്ര നിഷേധമാണ്, വസ്തുതാ വിരുദ്ധമാണ്, അസത്യ പ്രചാരണമാണ്, നുണപ്രചാരണമാണ് എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിൻ്റെ ചരിത്രം പേറുന്ന ഒരു പാർട്ടി എന്നുള്ളത് ചരിത്രരേഖകൾ അതിൻ്റെ തെളിവുകളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്.